ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ പൊറോട്ടയിലേക്കും ദോശയിലേക്കും അതുപോലെ ചോറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നു പോകാൻ വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ചട്ടി അടുപ്പത്തി വെച്ചിട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി ചൂടായതിന് ശേഷം വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റും ഉണ്ടാവും. ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2-3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നാടൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല രുചിയും മണവും വരാൻ വേണ്ടി നമ്മളെ നാടൻ കറിവേപ്പിലയാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള വീഡിയോസും കൂടിയാണ്. സവാള ഒന്നായതിനു ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. തക്കാളിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവാള ഇട്ടപ്പോഴും ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് നന്നായി വഴറ്റിയത്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. വലിയ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടി നമ്മൾ ഈ പൊടികളൊക്കെ ഒരു പാത്രത്തിൽ പെട്ടെന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സമയം ഒരുപാട് ലാഭിക്കാനും നമ്മൾ എന്താ പറയുക, ഓരോ ജോലി എടുക്കുമ്പോഴും സമയം പ്രത്യേകം ശ്രദ്ധിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അങ്ങനെ പൊടികളൊക്കെ ഇട്ട് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ സവാള വഴറ്റിയപ്പോഴും തക്കാളിയിലും ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി ഇളക്കി മറിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ചിക്കൻ വരട്ടിയെടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. നമ്മൾ വേവുമ്പോൾ അതിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മളെ ചിക്കൻ പെട്ടെന്നായിട്ടുണ്ട്. വിറകടുപ്പിലായത് കാരണം നന്നായി തീ കത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ വലിയ 2 സവാള എടുത്ത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വഴറ്റിയ സവാള ഇട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ടുണ്ട്. അടിപൊളി കുറുമ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൊറോട്ടയിലേക്കും ദോശയിലേക്കൊക്കെ പറ്റിയൊരു കുറുമയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.